4,95,000 നമുക്ക് കൊടുക്കാം. 4,95,000 2015 ഡീസൽ. അതാണ്, അത് ഓഫറാണ് അല്ലേ? നല്ലൊരു ഓഫറാണ്. അടിപൊളി വണ്ടിയാണ് GT. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് മോഡൽ എത്രയാണ്? ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 2018. അവർ ചോദിക്കണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. 1,50,000 വേഗനാറ്. അൾട്ടോന്റെ പൈസ കൊടുക്കാം. LXI വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ ഇട്ടാ. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 70,000 ഓടിയിട്ടുണ്ട്. നമുക്ക് നല്ല റെഡിമെയ്ഡ് ഓഫർ കൊടുക്കാം. എത്ര കൊടുക്കാം? ഇത് വെറും 2,95,000 കൊടുക്കാം. 2,95,000 ഡീസലോ? 2016 ഫിഗോ ന്യൂസ്. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ പുത്തൻ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു റാൻസ് മോട്ടോഴ്സ് കുറ്റിപ്പുറം നടക്കാവില്ല കേട്ടോ. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണണം. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഓഫർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. വെറും 5,10,000 BMW 3 സീരീസ് കാണിച്ചിട്ടുണ്ട്. കൂടാതെ വെറും 6,35,000 ബ്രസ് 2018 മോഡൽ ബ്രസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോയിലും ഒരുപാട് ഓഫറുകൾ ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പെട്ടെന്ന് കണ്ടോളി. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ലൊക്കേഷൻ ഒന്ന് കൂടി പറഞ്ഞു കൊടുത്താണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കുറ്റിപ്പുറം എടപ്പാൾ റൂട്ടിൽ നടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കും. റാൻസ് മോട്ടോഴ്സ് അടിച്ചാൽ തന്നെ കിട്ടും. ലൊക്കേഷൻ നമ്മൾ സെൻഡ് ചെയ്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം നമുക്ക് ഓഫറുകൾ കൊടുത്തുകൂടെ? ഓഫർ എന്തായാലും കൊടുക്കാം. മാക്സിമം റേറ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ വേണ്ട രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വണ്ടികളെ പറ്റി നമുക്ക് ആദ്യമായിട്ട് ഓഫർ പ്രൈസിലുള്ള നല്ല റെഡ് കളർ സീറ്റ ബലേനെ പരിചയപ്പെട്ട ഡീസൽ. അതെ. മോഡൽ എത്ര വരുന്നത്? ഇത് 2015 ഡീസൽ, ബട്ടൺ ഷാർട്ട്, അലൈവില് എല്ലാ ഓപ്ഷനും ഉണ്ട്. വൈഫർ, ക്യാമറ, സെൻസർ, എല്ലാ ഫിറ്റിംഗ്സും ഒക്കെ ഉള്ള വണ്ടി. ടയർ ഏകദേശം 80% ഉണ്ട്. ടയറും ഉണ്ട്. ഇത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം. എത്ര കൊടുക്കാം? ഫുൾ ഓൺ ലോൺ കൊടുക്കാൻ തന്നെ പറയാം. ഇതിന് റേറ്റ് ആകെ ലാസ്റ്റ് 4,95,000 നമുക്ക് കൊടുക്കാം. 4,95,000 2015 ഡീസൽ. അതാണ്, അത് ഓഫറാണ് അല്ലേ? നല്ലൊരു ഓഫറാണ്. 22 മൈലേജ് ഉണ്ട്. നിങ്ങൾ എവിടെ വേണേലും റേറ്റ് ചോദിച്ചിട്ട് വന്നോളി. ഈ റേറ്റിന് നിങ്ങൾക്ക് ബലേനെ കിട്ടൂല. ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സെറ്റ്, ഓട്ടോമാറ്റിക് AC. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള വാഹനമാണ്. അതും നെഗോഷ്യബിൾ ആയിട്ട് ചെറുതായിട്ട് കൊടുക്കും. എന്തെങ്കിലും എന്താ നോക്കാം. ലാസ്റ്റ് വിലയാണ് പറഞ്ഞത്. ജെനുവിൻ കസ്റ്റമർ വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മാക്സിമം ഫുള്ള് ലോണും കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് ഫിഗോ പരിചയപ്പെടാം. ഇത് ഫിഗോ അല്ലേ? 2016 ഫിഗോ. 2016 ഡീസലാ. ഇതിന് നമുക്ക് നല്ല റെഡിമെയ്ഡ് ഓഫർ കൊടുക്കാം. എത്ര കൊടുക്കാം? ഇത് വെറും 2,95,000 കൊടുക്കാം. 2,95,000 ഡീസലോ? 2016 ഫിഗോ ന്യൂ ഷേപ്പ്. അപ്പൊ അടുത്തായിട്ട് നല്ലൊരു സെലറി പരിചയപ്പെടാം. മോഡൽ എത്രയാണ്? ഇത് 2019 6 മാസം വണ്ടി, സെക്കൻഡ് ഓണർ, പുതിയ ഇൻഷുറൻസ് സംബന്ധം എടുത്തുകൊണ്ട് കൊടുക്കാം. ഫുൾ കവർ, റീപ്ലേസ് ഒന്നുമില്ല. നല്ല കിടിലൻ വണ്ടി. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 19 റേഞ്ച് മൈലേജ് ഉണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് റെഡിൽ സീറ്റ് കവർ ഒക്കെ ചെയ്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, സെറ്റും ചെയ്തിട്ടുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് റേറ്റ് 4,3,000 എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം മാക്സിമം ലോണും കൊടുക്കണം. 4,00,000 4,15,000 ലോണും കൊടുക്കാം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു I20 പരിചയപ്പെടാം. അത് സ്പോർട്സ് 2018-19 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 19 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, എത്ര ഓടിക്കണേ? ഫ്രണ്ട് 2 ടയർ പുതിയ ഉണ്ട്. ഇത് ഓടിയുള്ളത് 35,000 കിലോമീറ്റർ ഓടിച്ചു. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ തരക്കേടില്ലാത്ത ഇന്റീരിയർ തന്നെയാണ്. കമ്പനി സീറ്റ് കവർ, നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ, എയർ ബാഗ് തൊട്ട് എല്ലാ ഫിറ്റിംഗ്സ് വരുന്ന വണ്ടിക്ക് എത്ര കൊടുക്കാം നമുക്ക് ലാസ്റ്റ്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 5,90,000 5,50,000 ലോൺ ഇട്ട് കൊടുക്കാം. 5,90,000 സ്പോർട്സ് I20 ഒക്കെ എവിടുന്ന് കിട്ടും? 2019 രജിസ്ട്രേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. മേജർ ആക്സിഡന്റ്, റീപ്ലേസ് ഒന്നുമില്ല. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു I20 സ്പോർട്സ് ഇല്ലേ? അത് മേഘന. ഇത് 2018 മേഘന അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ തന്നെ 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ടയർ ഏകദേശം 80% ടയറും ഉണ്ട്. നല്ല വൈറ്റ് കളറാണ്. അത്യാവശ്യം നല്ല റോഡ് പ്രഷൻസ് ഉണ്ടാവും. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? വലിയ മോശമൊന്നും പറയാനില്ല. സീറ്റ് ചെയ്തിട്ടുണ്ട്, കമ്പനി സിസ്റ്റം വരുന്നുണ്ട്, എയർ ബാഗ് തൊട്ട് എല്ലാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് നമ്മള് 5,3,000 5,15,000 50,000 വണ്ടി ഇറക്കി കൊടുക്കാം. 50,000 വണ്ടി ഇറക്കാം. മാക്സിമം എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ചെയ്തും കൊടുക്കാം. ഒരു മാസം ചെറിയ തുക അടച്ചാൽ മതി. ഐറ്റം പരിചയപ്പെടാൻ മോഡല്. ഇത് 2019 വണ്ടി. 19 ഓണർഷിപ്പ് സിംഗിൾ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഒന്നുമില്ല. മേഘന എന്നുള്ള ഓപ്ഷനാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോ സീറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കമ്പനി സെറ്റ്, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. എത്ര കൊടുക്കാം? 4,65,000. 4,65,000. ഓക്കെ, നല്ല ഓഫർ റേറ്റ് ആണ്. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാന്ന് ഗ്യാരണ്ടി പറയാം. മാക്സിമം ലോൺ കിട്ടൂലേ? മാക്സിമം ലോൺ കൊടുക്കാം. അതേപോലെ വീണ്ടും ഒരു ഐറ്റം പരിചയപ്പെടാം. 2016 ഐറ്റം. 16 ഇറ.
എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 55,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇത് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഇത് ചെറിയ റേറ്റ് ഉള്ളൂ കേട്ടോ. എത്ര കൊടുക്കണേ? 3,15 കൊടുക്കാം. 3,15. 3,15,000 രൂപ 2.25 ലക്ഷം ലോൺ കൊടുക്കാം. ഒരു അൾട്ടോന്റെ ഒക്കെ കൊടുക്കുന്നവർക്കൊക്കെ ഒന്നുകൂടി നല്ല വണ്ടി. തീർച്ചയായിട്ടും ബിൽഡ് ക്വാളിറ്റി ബിൽഡ് ക്വാളിറ്റി CC ഒക്കെ ഉള്ള വണ്ടിയാണ്. മാക്സിമം ലോൺ കൊടുക്കാം. ചെറിയ അടവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അടുത്ത നമുക്ക് ഇഗ്നീസ് പരിചയപ്പെടാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. അത് ഒരു ഷോറൂമിൽ കണ്ടുവരാത്ത വണ്ടിയാണ്. ഓഫർ റേറ്റിൽ കൊടുത്തൂടെ? ഓഫർ റേറ്റിൽ കൊടുക്കാം നമുക്ക്. മോഡൽ എത്രയാണ്? ഇത് 2018-19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, ഫുള്ള് സർവീസ്, റീപ്ലേസ് ഒന്നുമില്ല. ഓട്ടം 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ പെയിന്റിംഗ് ഒന്നും ഇല്ലാത്ത വണ്ടി. സിംഗിൾ ഓണർ ആണ്. ടയറിന്റെ ആവറേജ് ടയർ ഉണ്ട്. അതെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് റേറ്റ് പറയുന്നത് 5.25 ആണ്. നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. മാരുതിയുടെ ഇഗ്നീസ് ആണ്, അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു പോളോ പരിചയപ്പെടാം. നല്ല ഫാൻസി നമ്പറിലെ വണ്ടി. ഇത് ഏതാണ് മോഡല്? ഇത് 2017 ലാസ്റ്റ് 18 രജിസ്ട്രേഷൻ. പെട്രോൾ ഡീസലാ? ഡീസൽ വണ്ടി 1.5 ഇഞ്ചില്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ ആവറേജ് ടയർ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. പെയിന്റിംഗ് ഇല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വാഹനമാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് റേറ്റ് 5.25 ആണ് ആസ്കിങ്. എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. 5.25 എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. മാക്സിമം ലോൺ ഇട്ടും കൊടുക്കാം. അപ്പൊ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. പോളോ GT ഉണ്ടോ? GT ഉണ്ടോ? അടിപൊളി വണ്ടിയാണ് GT. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് മോഡൽ എത്രയാണ്? ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ 2018 വണ്ടി. ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ടയർ ആവറേജ് ഉണ്ട്. ഡീഫോഗർ, റിയർ വൈപ്പർ തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര കൊടുക്കാം ലാസ്റ്റ്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാല് 8.7 എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാല് നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ ആണ്. സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷൻ വണ്ടി. അതിന്റെ മേലെ വേറെ ഓപ്ഷൻ ഇല്ല. എത്രക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് 8.70 ആണ്. എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. പോളോ GT ആണ് കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് പഴയ മോഡൽ വാഗനർ പരിചയപ്പെടാം. മോഡൽ എത്രയാണ്? ഇത് 2018 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതിന് പ്രത്യേകത 50,000 ഓടിയിട്ടുള്ളൂ. ഇപ്പൊ 50,000 ഷോറൂമിൽ സർവീസ് കഴിഞ്ഞ വണ്ടിയാട്ടാ. കറക്റ്റ് സർവീസും ഉണ്ടല്ലേ? ഇനി എടുക്കുന്ന ആൾക്കാർ ഒരു വസ്തു മാറ്റണ്ട. ഇനി 60,000 സർവീസ് ചെയ്താൽ മതി. 202 ഫാൻസി നമ്പർ ഉണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് വണ്ടി തപ്പി നടക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് വാഗനർ. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവും. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം വരുന്നുണ്ട്. എല്ലാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയില്ലേ? ലാസ്റ്റ് എത്ര കൊടുക്കാം? ഇത് 4.55 കിട്ടിയാ കൊടുക്കാം. 4.55 കിട്ടിയാ കൊടുക്കാം. എന്തെങ്കിലും ലോണും ചെയ്ത് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം അല്ലെ? അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു വാഗനർ പരിചയപ്പെടാം. പുതിയ മോഡൽ എത്ര വരുന്നത്? ഇത് 2022 വണ്ടി. ഓട്ടോമാറ്റിക് AGS ആട്ടോ. AGS പറഞ്ഞാല് ഇത് ബാക്ക് കറങ്ങൂല. മറ്റേ CVT ന്റെ ഒക്കെ അതേ ടൈപ്പ് ആണ്. റീപ്ലേസ് ഉണ്ടോ വണ്ടിക്ക്? റീപ്ലേസ് ഒന്നുമില്ല. മേജർ പെയിന്റിംഗ് പോലും ഇല്ല. സിംഗിൾ ഓണർ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതൊക്കെ സർവീസ് ഇല്ലേ? ഫുള്ള് കമ്പനി സർവീസ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക കമ്പനി ഇന്റീരിയർ തന്നെ. ഒരു പുതിയ എടുക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റും. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 7 രൂപയാണ്. എന്തെങ്കിലും ന്യൂസ് ചെയ്ത് ZX ആട്ടോ. ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. 8 ചില്ലറ വിലയുള്ള വണ്ടിയാണ്. അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു വാഗനർ. ഇത് ZX അല്ലേ? ഇത് മാനുവൽ ZX. മോഡല് സെയിം 2022 മോഡല്. അതുപോലെ തന്നെ കിലോമീറ്റർ ആണ് 22,000 ഓടിയിട്ടുള്ളൂ. ഒരു 22,000. ഓണർഷിപ്പ് സിംഗിൾ, ഫുൾ സർവീസ്, പെയിന്റിംഗ് ഒന്നുമില്ലാതെ ടച്ചപ്പ് ഇല്ലാത്ത വാഹനല്ലേ? റീപ്ലേസ് ഒന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ 6.45 ആണ്. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 6,45,000 രൂപ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും? മാക്സിമം 6 ലക്ഷം രൂപ അടുത്തൊക്കെ ലോണും കിട്ടും. 6 ലക്ഷം രൂപയുടെ ലോണും ചെയ്യാം അല്ലേ? അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു ഡസ്റ്റർ പരിചയപ്പെടാം. ഡീസലില്ലേ? ഡസ്റ്റർ ഡീസൽ 2014 വണ്ടി. 2014. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ? ഇൻഷൂർ ഒക്കെ ചെയ്ത വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1,12,000. ആമറോണ്ട് പുതിയ ബാറ്ററി വെച്ചുകൊടുത്ത്, ന്യൂ ഇന്ത്യന്റെ പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ചെയ്ത് കൊടുത്ത്. ഇത് അതൊക്കെ ഇപ്പൊ പുതിയതാണ്. ഇപ്പൊ നിലവിലൊക്കെ ചെയ്തിരിക്കണം. ഓൾറൗണ്ട് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി ഉണ്ട്. ലാസ്റ്റ് നമുക്ക് 4.5 ലക്ഷം രൂപയാണ്. ചെറിയ മാറ്റം വരുത്തിയാണ് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. ഡസ്റ്റർ തപ്പി നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു എർട്ടിക 7 സീറ്റർ ഡീസൽ മൈലേജ് ഉള്ള മെയിൻ്റെനൻസ് പറഞ്ഞ വണ്ടി പരിചയപ്പെടാം. മോഡല് ഇത് 2012 വണ്ടി. സെക്കൻഡ് ഓണർ, ഡീസൽ, അലൈവിലൊക്കെ ചെയ്ത വണ്ടി. അലൈവില് സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ലുക്കാണ് കാണുമ്പോ തന്നെ. കുറച്ച് ഹിസ്റ്ററി ഒക്കെ ഉണ്ടായിരുന്നു വണ്ടി. വണ്ടി ഒന്ന് കഴുകി പോളിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ വന്ന കണ്ടീഷൻ ആണോ? പാർട്ടി ഇപ്പൊ കൊടുക്കുന്നത് പാർക്ക് ആൻഡ് സെയിലാണ്. 2012 വണ്ടി. ഓണർഷിപ്പോ
ഓണർഷിപ്പ് തേർഡ് ഓണർ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,04,000 കിലോമീറ്റർ. സർവീസ് ഒക്കെ അല്ലേ? സർവീസ് എല്ലാം ഉള്ള വണ്ടിയാ. ഓക്കെ. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 3,90,000. 3,90,000 രൂപ കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം, ലോണും ചെയ്ത് കൊടുക്കാം. ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. സ്വിഫ്റ്റ് 2019 VXI സിംഗിൾ ഓണർ 11ാം മാസം വണ്ടി. 2019 മോഡൽ VXI ല്ലേ? എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 79,000 ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. പക്കാ സർവീസ് ഉണ്ടല്ലേ? റീപ്ലേസ് ഉണ്ടോ വണ്ടിക്ക്? റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? പെട്രോൾ അല്ലേ VXI? ഇത് ചെറിയ റേറ്റ് ഉള്ളൂ. നമുക്ക് 5.25 രൂപ കൊടുക്കാം. 40 രൂപ ഡൗൺ പേയ്മെന്റ് മതി. ഒരു 40,000 രൂപ സ്വിഫ്റ്റ് ഇറക്കാം അല്ലേ? 5.25 ലക്ഷം രൂപയ്ക്ക് നല്ല കിഡിക്കാച്ച് സ്വിഫ്റ്റ് കൊടുക്കാം. 8 ലക്ഷം രൂപ വണ്ടി നമുക്ക് 5.25 കൊടുക്കാം. 8 ലക്ഷം രൂപ വിലയുള്ള വണ്ടി 5.25 ലക്ഷം രൂപ കൊടുക്കാം അല്ലേ? റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല. കിലോമീറ്റർ 79,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറും. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു വേഗനാർ പരിചയപ്പെടാം. പഴയ മോഡൽ എത്ര വരുന്നത്? ഇത് 2010 ന്യൂ ഷേപ്പ് വേഗനാറാണ്. നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. കാരണം ഉണ്ട്, ഇതിന് ചെറിയൊരു തട്ടുള്ള വണ്ടിയാണ്. ചെറിയ തട്ടുണ്ട് അല്ലേ? പാർക്കൻ സൈൽ വന്നാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 1.5 അവര് ചോദിക്കണ്ടേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്ത് കൊടുക്കാം. 1.5 ലക്ഷം രൂപയ്ക്ക് വേഗനാർ. ന്യൂ ഷേപ്പ് വേഗനാർ. ഓക്കെ. അൾട്ടോന്റെ പൈസ കൊടുക്കാം. LXI വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ ഇട്ടാ. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 70,000 ഓടിയിട്ടുള്ളൂ. 1.5 ലക്ഷം രൂപ. മേജർ ഒക്കെ നോക്കുകയാണെങ്കിൽ എവിടെയും കിട്ടാത്ത റേറ്റ് ആണ്. ന്യൂ ഷേപ്പ് വേഗനാർ ആണ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളി. ഇന്ത്യയിൽ ഒന്നും വലിയ തിരക്കേടൊന്നും ഇല്ല. ലാസ്റ്റ് പ്രൈസ് ആണ് അല്ലേ? ലാസ്റ്റ് ആണ് വില. പിന്നെ അതുപോലെ ഇത് സ്റ്റീരിയോ ഉണ്ട്, ഫെൻഡർ ഉണ്ട്, പവർ വിൻഡ് ഉണ്ട്, പവർ സ്റ്റാറിംഗ് ഉണ്ട്, AC ഉണ്ട്, എല്ലാം ഉണ്ട്. SUV വാഹനമാണ്. വണ്ടിയല്ലേ? ലോണ് കിട്ടുമോ? ലോൺ ഇട്ട് കൊടുക്കാം. ഏകദേശം എത്ര കിട്ടും? ലോൺ നമുക്ക് ഒരു 100 രൂപേന്റെ അടുത്ത് ലോൺ ഇട്ട് കൊടുക്കാം. 1 ലക്ഷം രൂപയുടെ ലോൺ കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഒരു അൾട്ടോ പരിചയപ്പെടാം. മോഡല് ഇത് 2021 അൾട്ടോ VXI വണ്ടി. 2021 മോഡൽ VXI ല്. ഓണർഷിപ്പ് സിംഗിൾ 33,000 കിലോമീറ്റർ ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. സിംഗിൾ ഓണർ 33,000 കിലോമീറ്റർ ഓടിയ ഫുള്ള് പക്കാ സർവീസ് ഉള്ള വാഹനമാണ്. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വെൽ മെയിൻറ്റൈൻഡ് ഇന്റീരിയർ ആണ്. ലാസ്റ്റ് എത്ര കൊടുക്കാം? ഇത് 3.85 കൊടുക്കാം. 3,85,000 രൂപ കൊടുക്കുക. ലോൺ ചെയ്തൂടെ? ഇത് പുതിയ വില ഉള്ള വണ്ടി കേട്ടോ. അത് 3.85 നമുക്ക് കൊടുക്കാം. റേറ്റ് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കൊരു വീണ്ടും ഒരു സാൻഡ്രോ പരിചയപ്പെടാം. സാൻഡ്രോ ഓട്ടോമാറ്റിക് ആണ്. 2018 വണ്ടി. ഓട്ടോമാറ്റിക് ഇല്ലേ? അല്ല 19 വണ്ടി. 19 വണ്ടി. പെട്രോൾ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ മൈലേജ് 16 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. 16 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ? അത് ഓട്ടോമാറ്റിക് ആണ്. 42,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. റിയർ സെൻസറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? 4 ഡോർ പവർ വിൻഡ് ഉണ്ട്, സെൻസർ ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, റിയർ AC ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ പക്ക ലക്ഷറി ഇന്റീരിയർ പോലെയാണ് കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ളത്. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാല് 4.68 ആ റേഞ്ച് ആണ്. നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടിയാട്ടാ. തീർച്ചയായിട്ടും സിംഗിൾ ഓണർ പുതിയ വണ്ടിയാണ്. 19 വണ്ടിയാണ്. അതാണ് ഈ റേറ്റ്. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു സ്വിഫ്റ്റ് പരിചയപ്പെടാം. അതൊരു വേറെ കളർ അല്ലേ? ഇതിന് പ്രത്യേകത ഉണ്ട്. 2012 വണ്ടി. സിംഗിൾ ഓണർ, ഡീസൽ ആണ്. 1,12,000 10,000 വരെ കമ്പനി സർവീസ് ആണ്. ഇപ്പൊ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ഒരു 10-15,000 രൂപ ഫുള്ള് ഫിറ്റ് ആയി. പിന്നെ അവർക്ക് നമുക്ക് പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ എടുത്ത് കൊടുക്കാം. ലോൺ വേണമെങ്കിൽ ലോൺ എന്തായാലും ചെയ്ത് കൊടുക്കാം. അതെ. എത്ര കൊടുക്കാം? ഇത് നമ്മൾ ലാസ്റ്റ് ഉദ്ദേശിക്കുന്നത് 3.40 ആണ്. എന്തെങ്കിലും ചെയ്യാണ്ട് ഒന്നും കൂടി ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർ, ഡീസൽ, VDI 2012 ടൈമിംഗ് ചെയിൻ ഒക്കെ മാറിയിട്ടുള്ള വണ്ടിയിലെ. 3.40 അല്ലേ? അത്യാവശ്യം തിരക്കില്ലാത്ത റേറ്റ് ആണ്. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു i20 പരിചയപ്പെടാം. അത് വൈറ്റ് കളർ. മോഡൽ എത്ര വരുന്നത്? ഇത് 2018 മോഡൽ. സിംഗിൾ ഓണർ, 75,000 കിലോമീറ്റർ. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന 5.25 ആണ്. എന്തെങ്കിലും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം തിരക്കേടില്ലാത്ത വാഹനമാണ്. സിംഗിൾ ഓണർ ആണ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആട്ടോ. പെട്രോൾ ആയതുകൊണ്ട് മൈലേജ് ഒരു 16-17 ആ റേഞ്ച് പ്രതീക്ഷ മതി. ഓക്കെ. മാക്സിമം ലോൺ ഇട്ട് കൊടുക്കുക. എത്ര ആസ്കിങ്? 5.25 ആണ്. 5.25 ലക്ഷം രൂപ ലോൺ ഇട്ട് കൊടുക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്നാലും പറ്റാവുന്ന രീതിയിൽ നമ്മൾ വാഹനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ അറിയേണ്ടവർക്ക് താഴെ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിഡ്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും ഗുഡ് ബൈ.